നമസ്കാരം. ലീഡർ കെ കരുണാകരന് ശേഷം ഗുരുവായൂരപ്പന്റെ നടയിൽ തൊഴുതു വണങ്ങാൻ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി എത്തുന്നു. അതും VIP പരിവേഷങ്ങളില്ലാതെ, സാധാരണ ഭക്തരെ പോലെ നിയമങ്ങൾ പാലിച്ച്. മുഖ്യമന്ത്രി VD സതീശന്റെ ഗുരുവായൂർ ദർശനം ചരിത്രത്തിലാദ്യമായിട്ടാണ്. ഹൈക്കോടതി നിർദ്ദേശ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് 9,000 രൂപയുടെ നെയ്വിളക്ക് ടിക്കറ്റ് എടുത്താണ് മുഖ്യമന്ത്രി സംഘവും ദർശനം നടത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നും അവധി ദിവസത്തെ VIP നിയന്ത്രണങ്ങൾ അട്ടിമറിച്ചെന്നുള്ള തരത്തിൽ ചില കോണുകളിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. സതീശന്റെ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിനെതിരെ കടുത്ത പരാതിയുമായി BJP ആയിരുന്നു രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കാരണം ക്ഷേത്രത്തിലെത്തിയ സാധാരണക്കാരായ ഭക്തരുടെ ദർശനം തടസ്സപ്പെട്ടുവെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രി VD സതീശനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികൾക്കും ദേവസ്വം അധികൃതർ VIP ദർശനം അനുവദിച്ചതാണ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഇത്തരം പ്രചാരണങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് വസ്തുതകൾ വ്യക്തമാക്കുന്നത്. അവധി ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും രാവിലെ 5 മണിക്ക് ശേഷം ഗുരുവായൂരിൽ VIP ക്യൂ ഉണ്ടാകില്ലെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. വൈകുന്നേരവും ഈ നിയന്ത്രണം ബാധകമല്ല. മുഖ്യമന്ത്രി VD സതീശൻ ദർശനത്തിനെത്തിയത് രാവിലെ 7 മണിയോടെയാണ്. ഈ സമയത്ത് ക്ഷേത്രത്തിൽ VIP ദർശനം ഉണ്ടായിരുന്നില്ല. മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കൂടി വേണ്ടിയാണ് മുഖ്യമന്ത്രി വന്നത്. VIP ആനുകൂല്യം കൈപ്പറ്റുന്നതിന് പകരം സാധാരണ ഭക്തർ ചെയ്യുന്നത് പോലെ നെയ്വിളക്ക് വഴിപാടിനുള്ള പ്രത്യേക ക്യൂവിലാണ് മുഖ്യമന്ത്രി നിന്നത്. സതീശന്റെ അടുത്ത അനുയായി 4,500 രൂപയുടെ 2 ടിക്കറ്റുകൾ നിയമപരമായി കൗണ്ടറിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു. നെയ്വിളക്ക് നേർച്ച നടത്തുന്നവർക്കായി ദേവസ്വം അനുവദിച്ചിട്ടുള്ള പ്രത്യേക ക്യൂവിലൂടെയാണ് അദ്ദേഹം ദർശനം പൂർത്തിയാക്കിയത്. ദർശനത്തിനൊപ്പം അദ്ദേഹം തുലാഭാരവും വഴിപാടായി സമർപ്പിച്ചു. 31 വർഷങ്ങൾക്ക് ശേഷം ഒരു മുഖ്യമന്ത്രി ഗുരുവായൂരിലെ നാലമ്പലത്തിലെത്തി. 1995 കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഇതാദ്യമായിട്ടാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. കെ കരുണാകരന് ശേഷം AK ആന്റണി, PK വാസുദേവൻ നായർ, CH മുഹമ്മദ് കോയ, EK നയനാർ, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്നിവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായി. ഇതിൽ PKV, നയനാർ, VS, പിണറായി വിജയൻ എന്നിവർ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായതിനാൽ ഗുരുവായൂർ ദർശനത്തിന് മുതിർന്നില്ല. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ ആന്റണിയും ഉമ്മൻചാണ്ടിയും CHും ദർശനം നടത്തിയിരുന്നില്ല. ആചാരം കണക്കിലെടുത്തായിരുന്നു ഇത്. എല്ലാ മാസവും 1-ാം തീയതി മുടങ്ങാതെ ഗുരുവായൂരിലെത്തിയിരുന്ന കരുണാകരന്റെ ഭക്തി പ്രശസ്തമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലായ ഗുരുവായൂർ എക്സ്പ്രസ് ട്രെയിൻ ഇന്നും സർവീസ് നടത്തുന്നു. ആ ചരിത്ര പരമ്പരയിലേക്കാണ് ഇപ്പോൾ VD സതീശന്റെ പേരും കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ക്ഷേത്രനടയിൽ റീൽസ് ചിത്രീകരണം പാടില്ലെന്ന നിയമം മുഖ്യമന്ത്രി ലംഘിച്ചുവെന്ന രീതിയിലും സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ നടന്നു. എന്നാൽ ദർശനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയും അത് വീഡിയോ ആക്കി മാറ്റിയതും ഓൺലൈൻ മാധ്യമങ്ങളല്ല, മറിച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെയാണ്. നിലവിലെ ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച ഭരണസമിതിയാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് എന്നതിനാൽ ഇതിൽ നിയമലംഘനമല്ല, മറിച്ച് ഔദ്യോഗികമായ റെക്കോർഡിംഗ് മാത്രമാണ് നടന്നതെന്നാണ് വ്യക്തമാകുന്നത്. ദേവസ്വം ബോർഡ് മാത്രമാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. തൃപ്രയാറിലെ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടു. പക്ഷേ അവർ ഗുരുവായൂരിലെ ഒരു ദൃശ്യവും പുറത്തുവിട്ടില്ല. വിവാഹത്തിന് നിശ്ചിത സ്ഥലത്ത് വീഡിയോ എടുക്കാം. വിവാഹത്തിൽ പങ്കെടുക്കാനാണ് സതീശനും വന്നത്. ഈ സ്ഥലത്ത് സതീശന്റെ വീഡിയോ ആരെങ്കിലും പകർത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നവുമല്ല. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് VIP ദർശന സൗകര്യം ഒഴിവാക്കിയിരുന്നെങ്കിലും കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഏർപ്പെടുത്തിയിരുന്നു. VIP സുരക്ഷാ പ്രോട്ടോകോൾ അക്കാര്യത്തിൽ മാത്രമാണ് നടപ്പിലാക്കിയത്. ഒരു വശത്ത് മുഖ്യമന്ത്രി നിയമം പാലിച്ച് ദർശനം നടത്തി മാതൃക കാട്ടിയപ്പോൾ മറുവശത്ത് VIP സുരക്ഷാ വലയം സാധാരണ ഭക്തർക്ക് നേരിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന പരാതിയും ഉയരുന്നുണ്ട്.